നമസ്കാരം. ചാപ്റ്റർ 12. ചാപ്റ്റർ 11 നിങ്ങൾക്കറിയാം. നമ്മൾ എന്തായിരുന്നു പഠിച്ചത്? ഗ്രാമസമൂഹത്തിലെ മാറ്റവും വികസനവുമായിരുന്നു. അതിൻ്റെ തന്നെ ചേർന്ന ഒരു ഭാഗമാണ്. ഫസ്റ്റ് ഇയറിൽ നമ്മൾ പഠിച്ച ഗ്രാമീണ സമൂഹവും നഗരങ്ങളിലെയും സാമൂഹ്യ മാറ്റം എന്നതിൻ്റെ രണ്ട് വലിയ ചാപ്റ്ററുകളായിട്ടാണ് നമ്മൾ ഈ സെക്കൻഡ് ഇയറിൽ അത് പഠിക്കുന്നത്. അപ്പോൾ ഒന്നാമത്തെ നമ്മൾ ഗ്രാമസമൂഹത്തിനെ കുറിച്ച് പഠിച്ചു കഴിഞ്ഞു. ഗ്രാമസമൂഹത്തിലുള്ള മാറ്റവും വികസനവും എന്നുള്ള ഭാഗം. ഇനി ഇത് വ്യാവസായിക സമൂഹത്തിലെ മാറ്റവും വികസനവും എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു ക്ലാസ് ഞാൻ ഉദ്ദേശിക്കുന്നത് ഇംഗ്ലീഷുകാർക്കും കൂടെ വേണ്ടിയിട്ടുള്ള ഒരു ക്ലാസ് ആയിട്ട് എക്സ്പ്ലനേഷനും കൂടെ പറഞ്ഞുകൊണ്ട് അങ്ങോട്ട് മുന്നോട്ട് പോകാമെന്നുള്ളതാണ്. ഇംഗ്ലീഷിന് ഇനി സ്പെഷ്യൽ ഇതിന് ഞാൻ ക്ലാസ് എടുക്കുന്നില്ല, പവർ പോയിന്റ് ഇട്ട് തരത്തേ ഉള്ളൂ. ഓക്കെ. അപ്പോൾ ചാപ്റ്ററിൻ്റെ പേര് വ്യാവസായിക സമൂഹത്തിലെ മാറ്റവും വികസനവും, ചേഞ്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് ഇൻ ഇൻഡസ്ട്രിയൽ സൊസൈറ്റി, the changes that happened in industrial society and the development that is there in industrial society. അപ്പോൾ ആദ്യത്തെ പാട്ട് ഒരു ഇൻട്രൊഡക്ഷൻ ആണ്. ഈ ഇൻട്രൊഡക്ഷൻ കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ വ്യാവസായിക സമൂഹത്തിൻ്റെ സവിശേഷതകൾ എന്തൊക്കെയാണെന്നുള്ളത് ചില സമൂഹശാസ്ത്രജ്ഞന്മാരുടെ കാഴ്ചപ്പാടിൽ മനസ്സിലാക്കുന്നു. ഇമേജസ് ഓഫ് ഇൻഡസ്ട്രിയൽ സൊസൈറ്റി, വി ആർ ഡിസ്കസിങ് ദാറ്റ് ഫ്രം ദ വ്യൂ പോയിന്റ് ഓഫ് ഫേമസ് sociologists Weber, Karl Marx and Durkheim. Then next part we are discussing about the various theories. There are few theories and the major and important theory is modernization theory. So we are discussing that modernization theory also in this class. And then in the coming classes, industrialization in early years of independence, അതായത് ഇൻഡിപെൻഡൻസ് സ്വാതന്ത്ര്യകാലത്തിൻ്റെ തുടക്കത്തിലുള്ള ഇൻഡസ്ട്രിയലൈസേഷൻ എന്താണ്, ഗ്ലോബലൈസേഷൻ, ലിബറലൈസേഷൻ ആൻഡ് ചേഞ്ചസ് ഇൻ ഇൻഡസ്ട്രിയൽ സൊസൈറ്റി, ആഗോളവൽക്കരണവും ഉദാരവൽക്കരണവും വ്യാവസായിക സമൂഹത്തിലുള്ള മാറ്റവും, അതിനകത്ത് തന്നെ ആൾക്കാർ എങ്ങനെ പണിയെടുക്കുന്നു, ഹൗ ഡു പീപ്പിൾ ഫൈൻഡ് ജോബ്സ്, അല്ലെങ്കിൽ എന്തൊക്കെ തരം ജോലികളാണ് ചെയ്യുന്നത്, പിന്നെ പ്രൊഡക്ഷൻ കൂട്ടാൻ വേണ്ടി എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നു തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ, വർക്കിംഗ് കണ്ടീഷൻസ് അല്ലെങ്കിൽ ജോലിയുടെ അവസ്ഥ എന്താണ്, ജോലിയുടെ സാഹചര്യങ്ങൾ എന്താണ് തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് ഇൻ ജനറൽ നമ്മളിവിടെ പഠിക്കുന്നത്. സോ ചേഞ്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് ഇൻ ഇൻഡസ്ട്രിയൽ സൊസൈറ്റി. അപ്പോൾ ആദ്യത്തെ ഭാഗം എന്ന് പറയുന്നത് ഇന്ന് 2 പേജാണ് പഠിക്കുന്നത്. ദിസ് പാർട്ട് ഈസ് ആൻ ഇൻട്രൊഡക്ഷൻ, ആമുഖമാണിത്. വ്യാവസായിക സമൂഹങ്ങളിൽ പല വരുമാനക്കാരുണ്ട്, അതായത് പണക്കാരുമുണ്ട് പാവപ്പെട്ടവരുമുണ്ട്, പല ജോലിക്കാരുണ്ട്, പല പദവികളുമുണ്ട്. ചിലർ വലിയ വീടുകളിൽ താമസിക്കുന്നു, ചിലർ ഹോട്ടലുകളിൽ ഭക്ഷണം കഴിക്കുന്നു, ചിലർ ചെറിയ ചായക്കടകളിലിരുന്ന് ഭക്ഷണം കഴിക്കാം, മറ്റു ചിലർ ചെറിയ വീടുകളിൽ താമസിക്കുന്നു. അങ്ങനെ ഡിഫറെൻറ്റ് എൻവയോൺമെൻറ്റിലുള്ള ആൾക്കാരാണ് എവിടെ താമസിക്കുന്നത്, ഈ ഒരു ഇൻഡസ്ട്രിയൽ സൊസൈറ്റിയിൽ താമസിക്കുന്നതെന്ന് പറയാം. അപ്പോൾ അങ്ങനെയുള്ള ആ ആളുകളെല്ലാവരും കൂടെ ഒരു സ്ഥലത്ത് ഒരു സമൂഹത്തിൽ ജീവിക്കുമ്പോൾ ചില കാര്യങ്ങൾ എല്ലാവരും കൂടെ ഒന്നിച്ചനുഭവിക്കുന്നുണ്ട്. ആ ഒന്നിച്ചനുഭവിക്കുന്ന ചില കാര്യങ്ങൾ ഏതൊക്കെയാണെന്ന് ആലോചിച്ച് നോക്കിക്കുക. ഇവർ കിടക്കുന്നതൊക്കെ പല സ്ഥലങ്ങളിൽ പല വരുമാനത്തിലുള്ള ജോലികളാണ് ചെയ്യുന്നത്. ചിലർ നല്ല രീതിയിൽ ഇൻകം കൊണ്ടുവരുന്നു, ചിലർക്ക് ഇൻകം ഇല്ല, ജോലി ചെയ്യാൻ പോയാലേ ഇൻകം ഉള്ളൂ, അങ്ങനത്തെ അവസ്ഥയുള്ളവരും ഒക്കെയുള്ളൊരു സമൂഹമാണ്. പക്ഷെ എല്ലാവരും കൂടെ അനുഭവിക്കുന്ന ചില പ്രശ്നങ്ങളുണ്ട്. ആ പ്രശ്നങ്ങൾ ഏതൊക്കെയാണെന്ന് ഒന്ന് ആലോചിച്ച് നോക്കാവോ? എന്തൊക്കെയായിരിക്കാം? ഇപ്പോൾ ഒരുപാട് വാഹനങ്ങൾ മൂലമുണ്ടാകുന്ന മലിനീകരണം, അല്ലെങ്കിൽ വേസ്റ്റ് കളയാൻ വയ്യാതെ ഇൻഡസ്ട്രിയൽ സൊസൈറ്റിയിലാവുമ്പം ഒരുപാട് മലിനീകരണം ഉണ്ടാകും. ആ വേസ്റ്റുകളെല്ലാം എവിടെയെങ്കിലും കൊണ്ട് ഒന്നിച്ച് കൂട്ടിയിടുന്നു. ആ കൂട്ടിയിടുന്ന സാധനങ്ങളിൽ നിന്ന് വരുന്ന ദുർഗന്ധമായാലും അല്ലെങ്കിൽ തീ കത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങളായാലും അങ്ങനെയുള്ള മലിനീകരണങ്ങളും വാഹനം മൂലമുള്ള മലിനീകരണവും എല്ലാം എല്ലാവരും ഒന്നിച്ചനുഭവിക്കുന്നതാണ്. പിന്നെ അതുപോലെ തന്നെ ഇപ്പം സിനിമ കാണാനും ക്രിക്കറ്റ് കാണാനും എല്ലാവരും വലിപ്പ ചെറുപ്പമില്ലാതെ എല്ലാവരും പോകുകയും ആസ്വദിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ, ഇപ്പോൾ ഒരു ഭൂകമ്പം വന്നാൽ വലിപ്പ ചെറുപ്പമില്ലാതെ എല്ലാവരും അതിനെ ഒന്നിച്ചായിരിക്കും നേരിടുന്നത്, അല്ലേ? അപ്പോൾ ഇങ്ങനെ പല സ്ഥലങ്ങളിൽ താമസിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ പോലും ഇവരെല്ലാവരും കോമൺ ആയിട്ട് അനുഭവിക്കുന്ന ചില പ്രശ്നങ്ങളും സമൂഹത്തിലുണ്ട്. സോ ദാറ്റ് വാസ് ആൻ ഇൻട്രൊഡക്ഷൻ. അത് അത്ര ഇമ്പോർട്ടൻ്റ് ഒന്നുമല്ല ആ ഒരു ഇൻട്രൊഡക്ഷൻ ഭാഗം എന്ന് പറയുന്നത്.
ഇനി നമ്മൾ അടുത്ത് പഠിക്കാൻ പോകുന്നത് നമ്മുടെ പ്രധാനപ്പെട്ട ഭാഗമായ വ്യാവസായിക സമൂഹത്തിൻ്റെ ബിംബങ്ങൾ അഥവാ ഇമേജസ് ഓഫ് ഇൻഡസ്ട്രിയൽ സൊസൈറ്റി എന്ന് പറയും. സോ ആക്ച്വലി ദിസ് ഇസ് ദ ഫീച്ചേഴ്സ് ഓഫ് ഇൻഡസ്ട്രിയൽ സൊസൈറ്റി, ബട്ട് വി ആർ ഡിസ്കസിങ് ദീസ് ഫീച്ചേഴ്സ് ഫ്രം ദ വ്യൂ പോയിന്റ് ഓഫ് ഫേമസ് സോഷ്യോളജിസ്റ്റ് എന്നുള്ളതാണ്. നമുക്ക് നോക്കാം. ഈ വ്യാവസായിക സമൂഹത്തിൻ്റെ പ്രധാനപ്പെട്ട സവിശേഷതകൾ ആണ് നഗരവൽക്കരണം, മുഖാമുഖ ബന്ധം, തൊഴിൽ വിഭജനം, അർബനൈസേഷൻ, ഫേസ് ടു ഫേസ് റിലേഷൻഷിപ്പ് ആൻഡ് ഡിവിഷൻ ഓഫ് ലേബർ. ഇത് ചിലപ്പോൾ ചെറിയ മാർക്കിന് അത് മാത്രവും ചോദിക്കാം. എന്താണ് ഇങ്ങനെ ഉള്ള വ്യാവസായിക സമൂഹത്തിൻ്റെ സവിശേഷതകളെന്ന് ചെറിയ മാർക്കിന്. അപ്പോൾ നഗരവൽക്കരണം, മുഖാമുഖ ബന്ധം, തൊഴിൽ വിഭജനം എന്നതാണ് ഇൻഡസ്ട്രിയൽ സൊസൈറ്റിയുടെ സവിശേഷത എന്ന് പറയുന്നത്, ഫീച്ചേഴ്സ് ഓഫ് ഇൻഡസ്ട്രിയൽ സൊസൈറ്റി. ഓക്കെ, വ്യവസായവൽക്കരണം, യന്ത്രവൽക്കരണം ഉള്ള കാലത്തിൽ നിരവധി സോഷ്യോളജിസ്റ്റുകൾ പുസ്തകങ്ങൾ എഴുതുവാനായിട്ട് തുടങ്ങുന്നു. അപ്പോൾ ഈ വ്യവസായവൽക്കരണവും യന്ത്രവൽക്കരണവും ഒക്കെ ഉണ്ടായപ്പോഴാണ് സോഷ്യോളജിസ്റ്റുകൾ എന്ത് ചെയ്യുന്നത്, പുസ്തകങ്ങളൊക്കെ എഴുതുവാനായിട്ട് തുടങ്ങുന്നത്. അപ്പോൾ ഈ ഒരു കാലഘട്ടത്തിൽ ഒരുപാട് സമൂഹത്തിൽ മാറ്റങ്ങൾ ഉണ്ടായി. ഡ്യൂറിങ് ദിസ് പീരിയഡ്, ദ പീരിയഡ് ഓഫ് മെക്കനൈസേഷൻ, പീരിയഡ് ഓഫ് ഇൻഡസ്ട്രിയലൈസേഷൻ saw many changes in society, and because of these changes the sociologists started to write books in social issues. ഓക്കെ, സോ വ്യവസായവൽക്കരണവും യന്ത്രവൽക്കരണവും ഉണ്ടായ കാലഘട്ടത്തിൽ നിരവധി സോഷ്യോളജി ബുക്കുകൾ എഴുതപ്പെട്ടു. ഇനി വ്യാവസായിക സമൂഹത്തിൻ്റെ സവിശേഷതകൾ പ്രമുഖ ചിന്തകന്മാരായ വെബർ, കാർൽ മാർക്സ്, ദുർക്കൈം എന്നിവരുടെ കാഴ്ചപ്പാടിൽ താഴെ പറയുന്നവയാണ്. So the characteristic features of industrial society according to the famous sociologist Weber, Karl Marx and Durkheim are as follows. ഏതൊക്കെയാണ് വ്യാവസായിക സമൂഹത്തിൻ്റെ സവിശേഷതകൾ? നഗരവൽക്കരണം, മുഖാമുഖ ബന്ധം, തൊഴിൽ വിഭജനം. നഗരവൽക്കരണത്തിന് നമുക്ക് ഇംഗ്ലീഷിൽ എന്ത് പറയാം? അർബനൈസേഷൻ. പിന്നെ മുഖാമുഖ ബന്ധത്തിന് എന്ത് പറയാം? ഫേസ് ടു ഫേസ് റിലേഷൻഷിപ്പ്. പിന്നെ അതുപോലെ തന്നെ തൊഴിൽ വിഭജനം, ഡിവിഷൻ ഓഫ് ലേബർ എന്നും പറയാം. ഇനി ഒന്നൊന്നായിട്ട് നമുക്കത് എന്തൊക്കെയാണ് എന്നുള്ളത് നോക്കാം. വ്യാവസായിക സമൂഹത്തിൻ്റെ ബിംബങ്ങൾ, വ്യവസായവൽക്കരണവും യന്ത്രവൽക്കരണവും എന്ന കാലഘട്ടത്തിൽ നിരവധി സോഷ്യോളജി ബുക്കുകൾ എഴുതപ്പെട്ടിട്ടുണ്ട്. അത് ചെറിയ മാർക്കിനായിരിക്കും ചോദിക്കുന്നത്. ഓക്കെ, വ്യാവസായിക സമൂഹത്തിൻ്റെ സവിശേഷതകൾ പ്രമുഖ ചിന്തകന്മാരായ വെബർ, കാർൽ മാർക്സ്, ദുർക്കൈം എന്നിവരുടെ കാഴ്ചപ്പാടിൽ താഴെ പറയുന്നവയാണ്. 6-4 മാർക്കുകൾക്ക് ചോദിക്കാം. നഗരവൽക്കരണം, മുഖാമുഖ ബന്ധം, തൊഴിൽ വിഭജനം. ഇത് മാത്രം ജസ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്യാതെ ജസ്റ്റ് ചോദിക്കാനും സാധ്യതയുണ്ട്. ഇനി നഗരവൽക്കരണം എന്താണ് നോക്കാം. നമുക്കറിയുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ്. അർബനൈസേഷൻ, ചില ഗ്രാമങ്ങൾ നഗരങ്ങളായി, ചില പുതിയ നഗരങ്ങൾ ഉയർന്നു വന്നു. ഗ്രാമങ്ങൾ ഇൻഡസ്ട്രിയൽ ഏരിയാസ് വരുമ്പോൾ എന്താകും? നഗരങ്ങളായിട്ട് മാറുന്നു. സോ സം വില്ലേജസ് ചേഞ്ച് ടു അർബൻ ഏരിയാസ് ആൻഡ് സം ന്യൂ urban areas or some new cities or towns developed. ചില ഗ്രാമങ്ങൾ നഗരങ്ങളായി, ചില പുതിയ നഗരങ്ങൾ ഉയർന്നു വന്നു. ഇനി മുഖാമുഖ ബന്ധം, ഫേസ് ടു ഫേസ് റിലേഷൻഷിപ്പ്. ഇൻഡസ്ട്രിയൽ സൊസൈറ്റിയിൽ ഈ വ്യാവസായിക സമൂഹങ്ങളിൽ മുഖാമുഖ ബന്ധം ഇല്ലാതായി എന്നാണ് പറയുന്നത്. മുഖാമുഖ ബന്ധം നഷ്ടമായി. കാരണം എല്ലാവരും തിരക്കിലാണ്, എല്ലാവരും അവനവൻ്റെ ജോലി ചെയ്തിട്ട് അങ്ങനെ പോകുന്നു. ഫേസ് ടു ഫേസ് റിലേഷൻഷിപ്പ് റൂറൽ ഏരിയാസിലുള്ള പോലെയുള്ള, ഗ്രാമപ്രദേശങ്ങളിലുള്ള പോലെയുള്ള മുഖാമുഖ ബന്ധമൊന്നും ഇവിടെ ഇല്ല. സോ ഫേസ് ടു ഫേസ് റിലേഷൻഷിപ്പ് ഈസ് നോട്ട് ദെയർ എന്നാണ് പറയുന്നത്. പ്രൊഫഷണൽ ബന്ധങ്ങൾ ഉയർന്നു വന്നു. ഒരുപാട് എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. അപ്പോൾ എംപ്ലോയ്മെൻറ്റ് ബേസ്ഡ് ആയിട്ടുള്ള റിലേഷൻഷിപ്പാണ്, അതിനാണ് പ്രൊഫഷണൽ ബന്ധങ്ങൾ എന്ന് പറയുന്നത്. സോ എംപ്ലോയ്മെൻറ്റ് ബേസ്ഡ് റിലേഷൻഷിപ്പ് ഡെവലപ്ഡ്. പണ്ട് കർഷകരും ജന്മിമാരും തമ്മിൽ മുഖാമുഖ ബന്ധമുണ്ടായിരുന്നു. ഡെയിലി നമ്മൾ കർഷകരും ജന്മിമാരും തമ്മിൽ കാണുന്നു, പ്രശ്നങ്ങൾ അറിയുന്നു, ഡിസ്കസ് ചെയ്യുന്നു, കുടുംബകാര്യങ്ങളൊക്കെ അറിയുന്നു. അങ്ങനെ മുഖാമുഖ ബന്ധമുണ്ടായിരുന്ന സ്ഥലത്ത് ഇപ്പോൾ എന്താണ്? മുഖാമുഖ ബന്ധം നഷ്ടമായി എന്നാണ് മാർക്സും ദുർക്കൈമും വെബറും എല്ലാം പറയുന്നത്. ഓക്കെ, സോ ഇൻറ്റിമേറ്റ് റിലേഷൻഷിപ്പ് ഇല്ല, പ്രൊഫഷണൽ റിലേഷൻഷിപ്പ് മാത്രമാണ് അവിടെ ഉള്ളത് എന്നാണ് പറയുന്നത്. ഓക്കെ, മോഡേൺ ഫാക്ടറീസ് ഡു നോട്ട് ഹാവ് ഫേസ് ടു ഫേസ് റിലേഷൻഷിപ്പ് എന്ന് പറയാം. ഇനി തേർഡ് ക്യാരക്ടറിസ്റ്റിക് ഫീച്ചർ ഇസ് വ്യവസായവൽക്കരണം തൊഴിൽ വിഭജനം ഉണ്ടാക്കി എന്ന് പറഞ്ഞാൽ എന്താണ്? ഡിവിഷൻ ഓഫ് ലേബർ ഈസ് ആൻ ഇൻ്റഗ്രൽ പാർട്ട് ഓഫ് ഇൻഡസ്ട്രിയലൈസേഷൻ ആൻഡ് ഇൻഡസ്ട്രിയലൈസേഷൻ ക്രിയേറ്റഡ് ഡിവിഷൻ ഓഫ് ലേബർ. ഇത് അന്യവൽക്കരണം എന്ന അവസ്ഥ ഉണ്ടാക്കുന്നു എന്ന് വെബർ പറയുന്നു. അന്യവൽക്കരണം നമ്മൾ ഫസ്റ്റ് ഇയറിൽ പഠിച്ചിട്ടുണ്ട്. അന്യവൽക്കരണം എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു തൊഴിൽ ചെയ്യുന്ന ഒരാൾ അയാളുടെ പ്രൊഡക്റ്റിൽ നിന്നും ദൂരേക്ക് പോകുന്നു.
ഞാൻ ഫസ്റ്റ് ഇയറിൽ ഒരു പാവയുടെ എക്സാമ്പിൾ പറഞ്ഞായിരുന്നു. നമ്മളൊരു പാവ ഉണ്ടാക്കുമ്പോൾ ഒരു ട്രഡീഷണൽ സൊസൈറ്റിയിൽ ആ പാവ മുഴുവൻ ചിലപ്പം ഞാനായിരിക്കും ഉണ്ടാക്കുന്നത്. പക്ഷെ ഒരു ഇൻഡസ്ട്രിയൽ സൊസൈറ്റിയിൽ പാവയുടെ കണ്ണൊരാൾ, കൈ ഒരാൾ, ഡ്രസ്സ് ഒരാൾ, അങ്ങനെ ഡിഫറെൻറ്റ് പാർട്സ് പല ആളുകളായിരിക്കും ഉണ്ടാക്കുന്നത്. ഫൈനൽ പ്രൊഡക്റ്റുമായിട്ട് ആ ഒരാൾക്ക് ഒരു റിലേഷൻഷിപ്പോ ഒരു ബന്ധമോ ഒരു അവകാശമോ ഒന്നും ഉണ്ടായിരിക്കില്ല. ഓക്കെ, അപ്പോൾ വ്യവസായവൽക്കരണം തൊഴിൽ വിഭജനം ഉണ്ടാക്കി, ഇത് അന്യവൽക്കരണം എന്ന അവസ്ഥ ഉണ്ടാക്കുന്നുവെന്ന് വെബർ പറയുന്നു. ഇത് 1 മാർക്കിന് ചോദിക്കാൻ. തൊഴിൽ വിഭജനം ഉണ്ടാക്കുന്നു, അതുപോലെ അത് തൊഴിൽ വിഭജനം എങ്ങനെയാണ് അന്യവൽക്കരണം ഉണ്ടാക്കുന്നത് എന്നുള്ളതാണ്. അന്യവൽക്കരണം എന്നുള്ളതിന് ഇംഗ്ലീഷ് എന്താണ്? ഏലിനേഷൻ എന്ന് പറയും. ഏലിനേഷൻ. അപ്പോൾ ബിക്കോസ് ഓഫ് ഇൻഡസ്ട്രിയലൈസേഷൻ, ഡിവിഷൻ ഓഫ് ലേബർ ഡെവലപ്ഡ് ആൻഡ് ദ ഡിവിഷൻ ഓഫ് ലേബർ ക്രിയേറ്റഡ് ഏലിയനേഷൻ. ആര് പറയുന്നു? വെബർ സേസ്. ഇനി അതെന്താണെന്നുള്ളതാണ് അടുത്തത്. തൊഴിലാളി ഉൽപാദനത്തിന്റെ ഒരു ഭാഗം മാത്രമേ കാണുന്നുള്ളൂ. തൊഴിലിൽ നിന്നും തൊഴിലാളി അന്യനാകുന്നു. ദി ലേബറർ ഈസ് മൂവിങ് അവേ ഫ്രം വാട്ട് ഹി ഈസ് മേക്കിംഗ്, അല്ലെങ്കിൽ ദി ലേബറർ ഈസ് മൂവിങ് അവേ ഫ്രം ലേബർ. അയാൾ ഒരു തൊഴിലിന് വേണ്ടി ജോലി ചെയ്യുന്നു, പൈസ വാങ്ങിക്കുന്നു, പോകുന്നു. ഒരു അറ്റാച്ച്മെൻറ്റും ഇല്ലാതെ തൊഴിലാളി തൻ്റെ തൊഴിലിൽ നിന്നും തൊഴിൽ ഉൽപ്പന്നങ്ങളിൽ നിന്നും അന്യനാകുന്നതിനെയാണ് എലിനേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, സോ an individual produces a small part of the product and his work is repetitive and even boring because he is making daily he is fitting legs or hands to the Barbie, and others are making or keeping eyes and other things to Barbie, and because of that this person is doing repetitive work and he may become bored. Okay, so അങ്ങനെ വരുമ്പോൾ എന്ത് പറ്റും? അയാൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല വർക്കിൽ, അല്ലേ? സോ അങ്ങനെ വരുമ്പോൾ അയാൾക്ക് അയാളുടെ പ്രൊഡക്റ്റുമായിട്ട് ഒരു അറ്റാച്ച്മെൻറ്റ്, ഒരു ഇൻട്രസ്റ്റ് ഒന്നും ഉണ്ടാവില്ല എന്നുള്ളതാണ്. ഇനി അപ്പോൾ അത്രയുമാണ് എന്ത് ഫീച്ചേഴ്സ് ഓഫ് ഇൻഡസ്ട്രിയൽ സൊസൈറ്റി എന്ന് പറയുന്നത്. ആര് പറഞ്ഞത്? 3 ഫേമസ് സോഷ്യോളജിസ്റ്റുകൾ. ഇനി അടുത്ത ഒരു ചെറിയ ക്വസ്റ്റ്യൻ ആണ്. വ്യവസായവൽക്കരണം അസമത്വങ്ങൾ സൃഷ്ടിച്ചു, ശരിയാണോ എന്നുള്ളതാണ്. വ്യവസായവൽക്കരണത്തിൻ്റെ കുറേ കാര്യങ്ങൾ വി ഹാവ് ആൾറെഡി സ്റ്റഡീഡ്. അപ്പോൾ അങ്ങനെ ആ പഠിച്ച കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നമുക്ക് നോക്കാം. ഫസ്റ്റ് ഇയറിൽ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു വ്യവസായവൽക്കരണം മൂലം ജാതിയുടെ തീവ്രത കുറഞ്ഞു, ആളുകൾ ട്രെയിനുകളിലും ബസ്സുകളിലുമൊക്കെ കാണുന്നു, അസമത്വം കുറഞ്ഞു എന്നൊക്കെ നമ്മൾ പറഞ്ഞു. പക്ഷേ എങ്കിലും ചില സ്ഥലങ്ങളിൽ അസമത്വം ഉണ്ട് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ചില സ്റ്റേറ്റ്മെൻറ്റുകളൊക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം നമുക്ക് നോക്കാം. വ്യവസായവൽക്കരണം അസമത്വങ്ങൾ സൃഷ്ടിച്ചു, ശരിയാണോ? വ്യവസായവൽക്കരണം ചില മേഖലകളിൽ അസമത്വങ്ങൾ ഉണ്ടാക്കി. പൊതുസ്ഥലങ്ങളിലുള്ള അസമത്വം ഇല്ലാതായി. ഫാക്ടറികൾ, ജോലി സ്ഥലങ്ങൾ എന്നിവിടങ്ങളിലും അസമത്വം ഉണ്ട്. അപ്പോൾ പബ്ലിക് പ്ലേസിലുള്ള, അതായത് ഇപ്പോൾ ഒരു കിണറ്റിൽ നിന്ന് വെള്ളം എടുക്കണം, അങ്ങനെയൊക്കെയുള്ള പബ്ലിക് പ്ലേസിലുള്ള അസമത്വം അല്ലെങ്കിൽ ഇനീക്വാളിറ്റി ഇല്ലാതായി. പക്ഷേ ഫാക്ടറി, ജോലിസ്ഥലം എന്നിവിടങ്ങളിൽ ഇപ്പോഴും അസമത്വമുണ്ട്. In industrialized society, caste distinction disappears and there appears to be more of equality in public places, public transport or in public what do you call schools, etc. But there are economic inequality in the areas of for example in factories, in workplaces, etc. അതിന് ഉദാഹരണം പറയുന്നത് ചില ജോലികൾ നല്ല ഹയർ കാസ്റ്റ് ആയിട്ടുള്ള ആൾക്കാരായിരിക്കും ചെയ്യുന്നത്. ഇൻ വെൽ പെയ്ഡ് ജോബ്സ് അപ്പർ കാസ്റ്റ് പേഴ്സൺസ് ആർ ഫൗണ്ട് ആൻഡ് വിമൻ ആർ പെയ്ഡ് ലെസ് ദാൻ മെൻ ഇൻ സം ജോബ്സ് ഫോർ ദ സെയിം ജോബ്. ഒരേ ജോലി ആണും പെണ്ണും ചെയ്യുമ്പോൾ സ്ത്രീക്ക് ശമ്പളം കുറവ് കൊടുക്കുന്നു. ഓക്കെ, നമുക്ക് മലയാളത്തിൽ ഒന്നുകൂടെ നോക്കാം. വ്യവസായവൽക്കരണം ചില മേഖലകളിൽ അസമത്വം ഉണ്ടാക്കി. പൊതുസ്ഥലങ്ങളിൽ അസമത്വം ഇല്ലാതായെങ്കിലും പബ്ലിക് പ്ലേസിൽ ഇനീക്വാളിറ്റി ഇല്ലെങ്കിലും ഫാക്ടറികൾ, ജോലി സ്ഥലങ്ങൾ എന്നിവിടങ്ങളിൽ അസമത്വമുണ്ട്. സാമ്പത്തിക അസമത്വം കൂടുകയാണ് ചെയ്യുന്നത്. ബിക്കോസ് സം ആർ ഗെറ്റിംഗ് മോർ മണി ആൻഡ് അതേഴ്സ് ആർ നോട്ട് ഗെറ്റിംഗ്. ഉയർന്ന വേതനം ലഭിക്കുന്ന മെഡിസിൻ, നിയമം, ജേർണലിസം എന്നീ മേഖലകളിൽ ഇന്നും ഉയർന്ന ജാതിക്കാർ മേധാവിത്വം വഹിക്കുന്നു. You can see higher caste people are still there in some areas such as medicine, law and journalism. At the same time, സ്ത്രീകൾക്കും പുരുഷന്മാരെക്കാൾ കുറഞ്ഞ വേതനമാണ് നൽകുന്നത്. ഒരേ ജോലിക്ക് സ്ത്രീകൾക്കും പുരുഷന്മാരെക്കാൾ കുറഞ്ഞ വേതനമാണ് നൽകുന്നത്.
ഇനി ആധുനികവൽക്കരണ സിദ്ധാന്തം എന്ത് എന്നുള്ളതാണ് അടുത്തത്. 4 മാർക്സിന് ചോദിക്കാം. മോഡേണൈസേഷൻ തിയറി. ഇതൊരു വലിയ തിയറിയാണ്, മോഡേണൈസേഷൻ തിയറി എന്ന് പറയുന്നത്. ഈ തിയറിക്കകത്ത് നിന്നുകൊണ്ട് ഉള്ള ഒരു ചെറിയ തിയറിയാണ് പൊരുത്ത സിദ്ധാന്തം എന്ന് പറയുന്നത്. പൊരുത്ത സിദ്ധാന്തം. അപ്പോൾ എന്താണ് മോഡേണൈസേഷൻ തിയറി എന്ന് നമുക്ക് ആദ്യം നോക്കാം. ഈ മോഡേണൈസേഷൻ തിയറി പറയുന്നത് സമൂഹങ്ങളൊക്കെ മോഡേണൈസേഷൻ പാതയിലേക്ക് മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നാണ് പറയുന്നത്. സമൂഹം ആധുനികവൽക്കരണത്തിൻ്റെ പാതയിലാണ് എന്നാണ് മോഡേണൈസേഷൻ തിയറി പറയുന്നത്. എന്താണ്? സമൂഹം ആധുനികവൽക്കരണത്തിൻ്റെ പാതയിലാണ്. സൊസൈറ്റി ഈസ് മൂവിങ് ടുവേഴ്സ് മോഡേണൈസേഷൻ. ദെൻ ആധുനിക സമൂഹത്തെ പ്രതിനിധാനം ചെയ്യുന്നത് പാശ്ചാത്യ ലോകമാണ്. ആധുനിക സമൂഹത്തിൻ്റെ റെപ്രസെൻറ്റേറ്റീവ് ആരാണ്? വെസ്റ്റേൺ സൊസൈറ്റിയാണ് എന്ന് പറയുന്നു. ആധുനിക സൊസൈറ്റിയുടെ റെപ്രസെൻറ്റേറ്റീവ് എന്ന് പറയുന്നത് ആരാണ്? വെസ്റ്റേൺ സൊസൈറ്റികളാണ് എന്ന് പറയുന്നു. ഇനി പൊരുത്ത സിദ്ധാന്തം എന്നാൽ എന്ത് എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഇതാണ് ആധുനികവൽക്കരണ സിദ്ധാന്തത്തിൻ്റെ മെയിൻ ആശയം. എന്താണ്? സമൂഹം ആധുനികവൽക്കരണത്തിലേക്കുള്ള പാതയിലാണ്. സൊസൈറ്റി ഈസ് മൂവിങ് ടുവേഴ്സ് മോഡേണൈസേഷൻ ആൻഡ് the modern society is the representative of western society. ആധുനിക സമൂഹത്തെ പ്രതിനിധാനം ചെയ്യുന്നത് പാശ്ചാത്യ ലോകമാണ്. അടുത്തത് പൊരുത്ത സിദ്ധാന്തം എന്ന് പറയുന്നു. പൊരുത്ത സിദ്ധാന്തം എന്ന് പറയുന്ന ഒരു സിദ്ധാന്തം ആധുനികവൽക്കരണ സിദ്ധാന്തമാണ്. ആധുനികവൽക്കരണ സിദ്ധാന്തത്തിനകത്തുള്ള ഒരു ചെറിയ സിദ്ധാന്തമാണ് എന്ത്? ഈ പൊരുത്ത സിദ്ധാന്തം അഥവാ കൺവേർജൻസ് തിയറി എന്ന് പറയുന്നു. ആധുനികവൽക്കരണ സിദ്ധാന്തത്തിനകത്തുള്ള ഒരു തിയറിയാണ് കൺവേർജൻസ് തിയറി. ഇതൊരു ആധുനികവൽക്കരണ സിദ്ധാന്തമാണ്. ദിസ് ഈസ് എ മോഡേണൈസേഷൻ തിയറി ആൻഡ് ക്ലർക്ക് കെയർ ആണ് ഈ പൊരുത്ത സിദ്ധാന്തത്തിൻ്റെ വക്താവ് എന്ന് പറയുന്നത്. ഓക്കെ, പൊരുത്ത സിദ്ധാന്തത്തിൽ എന്താ പറയുന്നത് നമുക്ക് നോക്കാം. 21ാം നൂറ്റാണ്ടിലെ വ്യവസായവൽകൃത ഇന്ത്യ 19ാം നൂറ്റാണ്ടിലെ ഇന്ത്യയേക്കാൾ 21ാം നൂറ്റാണ്ടിലെ ചൈന അല്ലെങ്കിൽ അമേരിക്കയുടെ സവിശേഷതകളാണ് കാണിക്കുന്നത്. അപ്പോൾ ഇന്ത്യയിൽ മോഡേണൈസേഷൻ നടന്നു. ഇന്ത്യയിലെ 21st സെഞ്ച്വറിയിലെ ഇൻഡസ്ട്രിയലൈസേഷൻ എന്ന് പറയുന്നത് 19th സെഞ്ച്വറിയിലെ ഇൻഡസ്ട്രിയലൈസേഷൻ, ഇന്ത്യയുടെ ഇൻഡസ്ട്രിയലൈസേഷൻ പോലെ അല്ല, മറിച്ച് 21st സെഞ്ച്വറിയിലെ ചൈനയ്ക്കോ അമേരിക്കയ്ക്കോ ഒപ്പം അതുപോലത്തെ സവിശേഷതകളാണ് നമ്മൾ കാണിക്കുന്നത്. അതായത് വി ആർ മൂവിങ് ടുവേർഡ്സ് വെസ്റ്റേൺ കൾച്ചർ, വി ആർ മോഡേണൈസിങ് എന്നാണ് ഈ ഒരു പൊരുത്ത സിദ്ധാന്തം പറയുന്നത്. കൺവേർജൻസ് തിയറി എന്ന് പറയുന്നു. ഓക്കെ, സോ ഇത് ഇന്ത്യൻ സൊസൈറ്റി, ഇന്ത്യൻ ഇൻഡസ്ട്രിയൽ സൊസൈറ്റി ഈസ് മൂവിങ് ടുവേർഡ്സ് ഓർ അറ്റ് പാർ വിത്ത് ചൈന ആൻഡ് അമേരിക്ക എന്ന് പറയാം. ഇനി സാങ്കേതിക വിദ്യയുടെ വളർച്ച ഇന്ത്യയുടെ ഭാഷ പാരമ്പര്യം എല്ലാം ഇല്ലാതാക്കുന്നു. ടെക്നോളജിക്കൽ ഡെവലപ്മെൻറ്റും അഡ്വാൻസ്മെൻറ്റും ഒക്കെ ഇന്ത്യയുടെ ട്രഡീഷനെയൊക്കെ ഇല്ലാതാക്കി എന്ന് പറയാം. ഇന്ത്യയുടെ ഭാഷ ഹിന്ദി ആയാലും നമ്മുടെ മലയാളമായാലും എല്ലാം ഇപ്പം മിക്സായി കഴിഞ്ഞു. മോഡേണൈസേഷൻ വന്നതുകൊണ്ട് വെസ്റ്റേൺ കൾച്ചർ അതിനകത്തേക്ക്, പാശ്ചാത്യ കൾച്ചർ, യൂറോപ്യൻ സംസ്കാരം അതിനകത്തേക്ക് വരികയും അത് ഇല്ലാതാകുകയും ചെയ്യുന്നു. ഈ പുതിയ സംസ്കാരത്തിലേക്ക് ഇന്ത്യ നീങ്ങി എന്നാണ് ആര് പറയുന്നത്? പൊരുത്ത സിദ്ധാന്തം പറയുന്നത്. ഇന്ത്യൻ സൊസൈറ്റി ഈസ് മൂവിങ് ടുവേർഡ്സ് എ ന്യൂ കൾച്ചർ എന്ന് പറയാം. ആധുനിക സമൂഹത്തെ പ്രതിനിധാനം ചെയ്യുന്നത് പാശ്ചാത്യ ലോകമാണ്. എല്ലാ സൊസൈറ്റികളും പാശ്ചാത്യ ലോകത്തിൻ്റെ ആ ഒരു രീതിയിലേക്ക് പോവുകയാണ് എന്നും പറയുന്നു. ദാറ്റ് ഈസ് കൺവേർജൻസ് തിയറി. ആൻഡ് ദ പേഴ്സൺ who is the proponent of this theory, who propounded the theory? Clark Kerr, and he is a modernization theorist. He is coming under, this theory is coming under modernization theory. ഈ സമൂഹം ആധുനികവൽക്കരണത്തിലേക്ക് മൂവ് ചെയ്യുന്നു എന്നുള്ള തിയറിയാണ് എന്ത്? ആധുനികവൽക്കരണ തിയറി. ആധുനികവൽക്കരണ തിയറിക്ക് അകത്തുള്ള ഒരു ചെറിയ തിയറിയാണ് എന്ത്? കൺവേർജൻസ് തിയറി എന്ന് പറയുന്നത്, അഥവാ പൊരുത്ത സിദ്ധാന്തം എന്ന് പറയുന്നത്. പൊരുത്ത സിദ്ധാന്തത്തിൽ പറയുന്നത് ഇന്ത്യ മാത്രം നോക്കിക്കൊണ്ടാണ് ആ സിദ്ധാന്തം കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നത്. 21ാം നൂറ്റാണ്ടിലെ ഇൻഡസ്ട്രിയൽ ഇന്ത്യ എന്ന് പറയുന്നത്, വ്യവസായവൽകൃത ഇന്ത്യ എന്ന് പറയുന്നത് 21ാം നൂറ്റാണ്ടിലെ അമേരിക്കയ്ക്കും അതുപോലെ ചൈനയ്ക്കും ഉള്ള സവിശേഷതകളാണ് കാണിക്കുന്നത്. അത്രയ്ക്ക് വേഗത്തിൽ നമ്മൾ മോഡേണൈസ്ഡ് ആയി എന്നാണ് ഈ ഒരു തിയറി പറയുന്നത്. അതുപോലെ ടെക്നോളജി അഡ്വാൻസ്മെൻറ്റ് ഉണ്ടായപ്പോൾ ഇന്ത്യയുടെ ട്രഡീഷനൊക്കെ ഇല്ലാതായി, ഇന്ത്യ പുതിയ സംസ്കാരത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്നു എന്നും ഈ തിയറി പറയുന്നു. ഇനി പൊരുത്ത സിദ്ധാന്തം ഒരു ആധുനികവൽക്കരണ സിദ്ധാന്തമാണ്. പൊരുത്ത സിദ്ധാന്തം ഒരു ഡാഷ് സിദ്ധാന്തമാണെന്ന് ചോദിക്കാം. കൺവേർജൻസ് തിയറി ഈസ് എ ഡാഷ് തിയറി. കൺവേർജൻസ് തിയറി ഈസ് എ മോഡേണൈസേഷൻ തിയറി. പൊരുത്ത സിദ്ധാന്തം ഡാഷിൻ്റേതാണ്. കൺവേർജൻസ് തിയറി ആരുടേതാണ്? ക്ലാർക്ക് കെറിൻ്റേതാണ്. ഓക്കെ,
ഇന്ന് നമ്മുടെ ക്ലാസ്സിൽ ഇത്രയൊക്കെയാണ് പഠിക്കുന്നത്. ഇപ്പുറത്തെ ഭാഗം ഒന്ന് ജസ്റ്റ് വലുതാക്കി. ഈ ഒരു ഇൻട്രൊഡക്ഷൻ അത്ര നിങ്ങൾ പ്രാധാന്യം കൊടുക്കണ്ട. ഇത് 6 മാർക്ക് 4 മാർക്കിന് ചോദിക്കാം. 3 പോയിന്റ്. ഇമേജസ് ഓഫ് ഇൻഡസ്ട്രിയൽ സൊസൈറ്റി അല്ലെങ്കിൽ ഫീച്ചേഴ്സ് ഓഫ് ഇൻഡസ്ട്രിയൽ സൊസൈറ്റി ബൈ വെബർ, മാർക്സ് ആൻഡ് ദുർഖൈം. അടുത്തത് നമ്മൾ എന്ത് പഠിച്ചു? വ്യവസായവൽക്കരണം അസമത്വം സൃഷ്ടിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കുന്നു. ചില സ്ഥലങ്ങളിലുള്ള കാസ്റ്റ് ബേസ്ഡ് ഡിസ്ക്രിമിനേഷനൊക്കെ പോയി എങ്കിലും എക്കണോമിക് ഇനീക്വാളിറ്റി ഇപ്പോഴും ഉണ്ട് എന്നാണ് പറയുന്നത്. അതിന് ഉദാഹരണങ്ങൾ പറയുന്നത് എന്താണ്? സ്ത്രീകൾക്ക് പുരുഷനൊപ്പം ശമ്പളം കൊടുക്കുന്നില്ല. അതുപോലെ ചില മേഖലകളിൽ ഇപ്പോഴും ഉന്നത ജാതിക്കാരൊക്കെയാണ് ജോലി ചെയ്യുന്നത്. പിന്നെ ആധുനികവൽക്കരണ സിദ്ധാന്തം പറഞ്ഞു. അതിനകത്ത് നമ്മൾ പൊരുത്ത സിദ്ധാന്തവും പറഞ്ഞു. ഇത്രയാണ് ഇന്നത്തെ ക്ലാസ്. താങ്ക് യു സോ മച്ച്.